ഡിയർ സ്റ്റുഡൻസ്, അബു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ പേയേഴ്സ് ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ എന്ന പാഠത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിയപ്പോൾ ഒരു വേരിയബിൾ മാത്രമോ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഉത്തരം കണ്ടെത്താമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് വേരിയബിൾസ്, അതായത് എക്സും വൈയും വരുന്ന രണ്ട് സമവാക്യങ്ങൾ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്തുന്ന രീതിയാണ്. വ്യത്യസ്തങ്ങളായ 3 രീതികളുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks ഈസ് 40 rupees. The price of 2 pens and 5 notebooks is 60 rupees. Then what is the price of a pen and what is the price of a notebook? 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 40 രൂപയാണ്. 2 പേനയ്ക്കും 5 നോട്ട്ബുക്കിനും 60 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എന്ത്, ഒരു നോട്ട്ബുക്കിൻ്റെ വില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നിൻ്റെ പ്രൈസ് നമ്മൾ എക്സ് എന്നും മറ്റൊന്നിൻ്റെ പ്രൈസ് വൈ എന്നും സങ്കല്പിക്കുന്നു. അതിനുശേഷം 2 ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. അത് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വിലകൾ കണ്ടെത്തുന്നു. 2 സമവാക്യങ്ങൾ രൂപീകരിച്ച് അതിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും വിലകൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു വൈ എന്നെടുക്കുന്നു. ഒരു പേനയുടെ വില എക്സ് എന്നും ഒരു നോട്ട്ബുക്കിൻ്റെ വില വൈ എന്നും എടുക്കുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞ അനുസരിച്ച് 2 പേനയ്ക്കും 3 നോട്ട്ബുക്കിനും കൂടി 40 രൂപയാണ്. ഓക്കെ, അപ്പോൾ 2x + 3y ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഒരു പേനയുടെ വിലയെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 പേനയുടെ വില കിട്ടുന്നു. വി ഗെറ്റ് ദ പ്രൈസ് ഓഫ് 2 pens. അതേപോലെ y ഒരു നോട്ട്ബുക്കിൻ്റെ വിലയാണ്, അതിനെ 3 കൊണ്ട് ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം 3y 3 നോട്ട്ബുക്കിൻ്റെ പ്രൈസാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആകെ ചിലവായ പ്രൈസ് 40 രൂപ കിട്ടും. രണ്ടാമത് പറയുന്നത് ദ പ്രൈസ് ഫോർ 2 pen and 5 notebooks is 60 rupees എന്നാണ്. അപ്പോൾ 2 പെന്നിൻ്റെ പ്രൈസ് പ്ലസ് 5 നോട്ട്ബുക്കിൻ്റെ പ്രൈസ് ഈസ് ഈക്വൽ ടു 60 rupees. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്? ഇപ്പോൾ 2 ഇക്വേഷൻസ് സമവാക്യങ്ങൾ കിട്ടി. ആദ്യത്തതിനെ നമ്മൾ 1 എന്നും മറ്റതിനെ 2 എന്നും വിളിക്കുന്നു. ഇനി എങ്ങനെയാണ് എക്സിൻ്റെയും വൈൻ്റെയും വില കാണുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാം. ഈ 2 സമവാക്യത്തിൽ ഇവിടെ 2x എന്ന് കാണാം. അതായത് എക്സുള്ള ടേംസ് 2 ഇക്വേഷൻസിലും സെയിമാണ്, ഈക്വലാണ്. അങ്ങനെ വന്നാൽ, അതല്ലെങ്കിൽ y 2 ഇക്വേഷൻസിലും സെയിം ആയി വന്നാൽ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ആ വേരിയബിളുള്ള ടേം ഇല്ലാതാവും, 0 ആയി മാറും. പിന്നെ നമുക്ക് മറ്റേ വേരിയബിളുള്ള, അതായത് മറ്റേ അക്ഷരമുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ നിന്ന് നമുക്ക് ആ വേരിയബിളിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1ൽ നിന്ന് 2 മൈനസ് ചെയ്യുകയോ അല്ലെങ്കിൽ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യുകയോ ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇവിടെ ഏതാണ് വലിയ വാല്യൂ എന്ന് നോക്കുക, വലിയ വില. ഇവിടെ 40, 60. അപ്പോൾ 60 ആണ് വലുത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് ഒന്നാമത്തെ സമവാക്യം കുറയ്ക്കാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതുന്നു? ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുന്നു. അപ്പോൾ 2x മൈനസ് 2x അത് 0 ആയി. 5y മൈനസ് 3y, അപ്പോൾ നമുക്ക് 2y കിട്ടും. ഈസ് ഈക്വൽ ടു 60 മൈനസ് 40 20 കിട്ടും. സോ y ഈസ് ഈക്വൽ ടു 20/2. 2y ആയതുകൊണ്ട് 20/2, ദാറ്റ്സ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി. y ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷനിലെ വൈയും ഈ ഇക്വേഷനിലെ വൈയും ഒരേ y തന്നെയാണ്. ഒന്നുകിൽ ഈ ഇക്വേഷനിലെ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ 10 എന്ന് കൊടുക്കുക, അല്ല ഈ ഇക്വേഷനിലെ വൈൻ്റെ സ്ഥാനത്ത് 10 എന്ന് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. 2x + 3y ഈസ് ഈക്വൽ ടു 40. ഇവിടെ വൈയുടെ സ്ഥാനത്ത് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 2x +
3 into 10 is equal to 40. ഇനി നമുക്ക് ഇവിടുന്ന് എക്സ് കാണണം. എക്സ് കാണാൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ 40 റൈറ്റ് സൈഡിൽ ആദ്യം എഴുതി വെക്കും. അപ്പോൾ ആദ്യം 40 എഴുതുന്നു. 40 then 3 into 10 30. അപ്പോൾ പ്ലസ് 30 മറുഭാഗത്തേക്ക് പോകുമ്പോൾ മൈനസ് 30. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? 2x മാത്രമാണ് ബാക്കി. അതിലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് മാത്രം ബാക്കിയാവും. സോ ബൈ 2. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താണ്? എക്സ് ആണ്. അപ്പോൾ 40യിൽ നിന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. 10 by 2 is equal to 5 എന്ന് കിട്ടും. 10 by 2 is equal to 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. വൈൻ്റെ വാല്യൂ 10 എന്ന് കിട്ടി. ഇവിടെ എക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് വൈ മീൻസ് പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്. അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻ is equal to 5 rupees and price of a notebook is equal to 10 rupees. So we can write 10 rupees. Here we can write 5 rupees. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ എക്സ് ടേം ഈക്വൽ ആയതുകൊണ്ട് ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇല്ലാതാവും. പിന്നെ വൈ മാത്രം കിട്ടും. ആ കിട്ടുന്ന വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സമവാക്യത്തിലെ വൈൻ്റെ സ്ഥാനത്ത് കൊടുത്തുകൊണ്ട് എക്സ് കണ്ടെത്തുന്നു. ഇവിടെ എക്സുകളാണ് തുല്യം. മറ്റൊരു എക്സാമ്പിൾ ഒരു പക്ഷേ വൈകളായിരിക്കും തുല്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് വൈ ഇല്ലാതാവും. നമുക്ക് എക്സിൻ്റെ വാല്യൂ ആദ്യം കിട്ടും. ആ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഇനി മറ്റൊരു സിറ്റുവേഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രൈസ് ഓഫ് 3 pencils and 4 pens is 26 rupees and the price of 6 pencils and 3 pens is 27 rupees. Then what is the price of a pencil and what is the price of a pen? 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 26 രൂപയാണ്. 6 പെൻസിലിനും 3 പേനയ്ക്കും കൂടെ 27 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെ വില എന്ത്, പേനയുടെ വില എന്ത്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻസിൽ ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ആദ്യം പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് പ്രൈസ് ഓഫ് എ പെൻ ഈസ് ഈക്വൽ ടു വൈ എന്നെടുക്കുന്നു. എന്നിട്ട് 3 pencils 4 pens, അപ്പോൾ 3x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 2x. 6 pencils 3 pens, 6x plus 3y is equal to 27. This is equation number 1 and this is equation number 2. കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ അല്ല എക്സാമ്പിളിലെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എക്സ് ടേംസ് ഈക്വൽ ആയിരുന്നു. പക്ഷേ ഈ എക്സാമ്പിളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ എക്സ് ടേംസ് ആർ നോട്ട് ഈക്വൽ ആൻഡ് വൈ ടേംസ് ആർ ആൾസോ നോട്ട് ഈക്വൽ. ഇവിടെ എക്സിൻ്റെ ടേംസ് ഈക്വൽ അല്ല, വൈൻ്റെ ടേംസും ഈക്വൽ അല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പം എങ്ങനെയാണ് സോൾവ് ചെയ്യുക, എങ്ങനെയാണ് ഈ ഇക്വേഷൻസിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് കണ്ടെത്തുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ കണ്ടു എക്സ് ടേംസ് ഈക്വൽ ആണ് എന്ന്. അതുപോലെ ഇവിടെയും എക്സ് ടേംസ് ഈക്വൽ ആക്കുക അല്ലെങ്കിൽ വൈ ടേംസ് ഈക്വൽ ആക്കുക. അത് നമ്മളെ ചോയ്സാണ്, നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ആണ് ഞാൻ ഈക്വൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഇക്വേഷൻസിലെയും എക്സിൻ്റെ ടേംസ് ഈക്വൽ ആക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ഈ 3യും 6ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. 3ൻ്റെ മൾട്ടിപ്പിളാണ് 6. അതായത് 3യെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ 3 × 2 6 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ 3യെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. പക്ഷേ 3നെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ഗുണിച്ചാൽ പോരാ. ഒരു ഇക്വേഷനിലുള്ള ഏതെങ്കിലും ഒരു ടേമിനെ, പദത്തെ നമ്മൾ ഒരു സംഖ്യ കൊണ്ട്, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഗുണിക്കുകയാണെങ്കിൽ അതിനെ ത്രൂ ഔട്ട്, അതെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷനിലെ എല്ലാ ടേംസിനെയും
പദങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം, ആ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 1നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നു, ഇക്വേഷൻ 1 ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു 3x, അപ്പോൾ 2 ഇൻറ്റു 3 6 ആണ്. അപ്പോൾ 6x എന്ന് കിട്ടി. 2 ഇൻറ്റു 4y, 2 ഇൻറ്റു 4 8, അപ്പോൾ 8y is equal to 2 ഇൻറ്റു 26 52. അപ്പോൾ ഈ ഇക്വേഷൻ മറ്റൊരു ഇക്വേഷനായി മാറിയിരിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മളൊരു പുതിയ ഇക്വേഷനായിട്ട് പരിഗണിക്കുകയാണ്, സമവാക്യമായിട്ട് പരിഗണിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ 3 എന്ന് വിളിക്കുന്നു. തേർഡ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ തമ്മിൽ കമ്പയർ ചെയ്താൽ, താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാവും 6x 6x, 8y 3y, 52 27. അപ്പോൾ ഈ എക്സ് ടേംസ് രണ്ടിലും എന്തായി, ഈക്വലായി. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനോ കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വലിയ സംഖ്യ 27 52, ഈ രണ്ടെണ്ണത്തിൽ 52 ആണ്. അപ്പോൾ 52-ൽ നിന്ന് 27 കുറയ്ക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ 3-ൽ നിന്ന് ഇക്വേഷൻ 2 കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുറയ്ക്കാം. വേണമെങ്കിൽ ഈ ഇക്വേഷൻ വീണ്ടും ഇതിൻ്റെ താഴെ എഴുതണമെന്ന് നിർബന്ധമല്ല, അല്ലാതെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. 3y is equal to 27. ദിസ് ഈസ് ഇക്വേഷൻ 2. ഈ ഇക്വേഷൻ വീണ്ടും ഇങ്ങോട്ട് എഴുതിയതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തേർഡ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു തേർഡ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ 6x മൈനസ് 6x 0 ആയി മാറി. 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5y എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 52 മൈനസ് 27 എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇവിടെ 5y ഈസ് ഈക്വൽ ടു 25, അതുകൊണ്ട് y ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു 25 ബൈ 5. 25 ബൈ 5 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് y-ൻ്റെ വാല്യൂ കിട്ടി. ഇഷ്ടമുള്ള ഏത് ഇക്വേഷനിലും സമവാക്യത്തിലും y-യുടെ സ്ഥാനത്ത് നമുക്ക് 5 കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x-ൻ്റെ വാല്യൂ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സമവാക്യം എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. ഞാൻ ആദ്യത്തെ സമവാക്യം തന്നെ എഴുതുന്നു. 3x പ്ലസ് 4y ഈസ് ഈക്വൽ ടു 26. അതിലെ y-യുടെ സ്ഥാനത്ത് 5 കൊടുക്കുന്നു. അങ്ങനെ കൊടുത്താൽ 3x പ്ലസ് 4 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 26 എന്ന് കിട്ടും. ഇത് 3x പ്ലസ് 20 ഈസ് ഈക്വൽ ടു 26 ആയി മാറും. ഇനി നമുക്ക് എക്സ് കാണാൻ ഈ 26 ആദ്യം എഴുതാം. ഈസ് ഈക്വൽ ടു 26. ഈ പ്ലസ് 20 അങ്ങോട്ട് പോയാൽ മൈനസ് 20. 3xലെ 3 ഇങ്ങോട്ട് പോയാൽ 3 ഇൻറ്റു എക്സ് ആണ്, അപ്പോൾ ഡിവൈഡ് ബൈ 3 എന്നാവും. പിന്നെ അവിടെ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ബൈ 3. അപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. 26 20 കുറച്ചാൽ 6 ഉണ്ടാവും. 6 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. സോ എക്സ് ഈസ് ഈക്വൽ ടു 2. എന്താണ് എക്സ് നോക്കുക. എക്സ് ഈസ് പ്രൈസ് ഓഫ് എ പെൻസിൽ. സോ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 rupees. Then what is y? Y is equal to 5 and that is price of a pen. So price of a pen is 5 rupees. So we can write price of a pencil is equal to rupees 2 and price of pen is equal to rupees 5. അപ്പോൾ ഒരു പേനയുടെ വില കിട്ടി, ഒരു പെൻസിലിൻ്റെ വില കിട്ടി. ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ എക്സുകൾ തുല്യമായിരിക്കില്ല, എക്സിൻ്റെ ടേംസ് തുല്യമായിരിക്കില്ല, വൈൻ്റെ ടേംസും തുല്യമായിരിക്കില്ല. അങ്ങനെ ആവുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കി മാറ്റണം. എക്സ് ടേംസ് തുല്യമാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ വൈ ടേംസ് തുല്യമാക്കി മാറ്റുന്നു. അതിനുശേഷം ഒരു സമവാക്യത്തിൽ നിന്ന് മറ്റേ സമവാക്യം കുറയ്ക്കുന്നു, ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു വേരിയബിളിൻ്റെ മാത്രം വാല്യൂ നമുക്ക് കിട്ടുന്നു. ആ വാല്യൂ ഇഷ്ടമുള്ള ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. ഇതാണ്
ഈ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 5 small buckets and 2 large buckets of water makes 20 liters, and 2 small buckets and 3 large buckets of water makes only 19 liters. Then how much water each bucket can hold എന്നാണ് ക്വസ്റ്റ്യൻ. How much water small bucket can hold and how much water large bucket can hold. ഓക്കെ, രണ്ട് ബക്കറ്റുകളുണ്ട്, ഒന്ന് ചെറുതാണ് ഒന്ന് വലുതാണ്. ചെറുതിൽ നിറയെ വെള്ളം എടുക്കുന്നു, വലിയതിലും നിറയെ വെള്ളം എടുക്കുന്നു. അങ്ങനെ ചെറുതിൽ 5 പ്രാവശ്യവും വലുതിൽ 2 പ്രാവശ്യവും വെള്ളം എടുത്തുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ 20 liters ഓഫ് വാട്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ബക്കറ്റിൽ 2 പ്രാവശ്യം ഫുൾ എടുക്കുക, വലിയ ബക്കറ്റിൽ 3 പ്രാവശ്യം നിറയെ എടുക്കുക, എന്നിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 19 liters ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചെറിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, വലിയ ബക്കറ്റിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് സ്മോൾ ബക്കറ്റ്. ചെറിയ ബക്കറ്റിൻ്റെ വ്യാപ്തമാണത്. ഓക്കെ, വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജ് ബക്കറ്റ്, വലിയ ബക്കറ്റിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ ഇതിൽ ഒന്നിനെ നമ്മൾ എക്സ് എന്നും മറ്റതിനെ വൈ എന്നും വിളിക്കുന്നു. ദാറ്റ് ഈസ് വോളിയം ഓഫ് ദ സ്മോൾ ബക്കറ്റ് ഈസ് ടേക്കൺ ടു ബി എക്സ് and the volume of the large bucket is taken to be y. Okay, അപ്പം വോളിയം ഓഫ് സ്മോൾ ബക്കറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആൻഡ് വോളിയം ഓഫ് ലാർജ് ബക്കറ്റ് ഈസ് ഈക്വൽ ടു വൈ. ഇനി സ്മോൾ ബക്കറ്റിൽ 5 പ്രാവശ്യവും, അപ്പോൾ 5 × x, 5 പ്രാവശ്യം നിറച്ചാൽ ഉണ്ടാകുന്ന ടോട്ടൽ വോളിയം വ്യാപ്തം നമുക്ക് കിട്ടി. പിന്നെ ലാർജ് ബക്കറ്റിൽ 2 times, അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ലാർജ് ബക്കറ്റിൽ നിറച്ചാൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ വോളിയമാണ്. അത് രണ്ടും കൂടി ചേരുമ്പോൾ എത്രയാവും? 20 ആവും. സോ വി ഗെറ്റ് എൻ ഇക്വേഷൻ 5x + 2y = 20. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ ഇവിടെ സ്മോൾ ബക്കറ്റിൽ 2 പ്രാവശ്യവും ലാർജ് ബക്കറ്റിൽ 3 times നിറച്ച് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 19 liters കിട്ടും. സോ വി ക്യാൻ റൈറ്റ് 2x + 3y = 19. ദാറ്റ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ നിന്നും കഴിഞ്ഞ തവണ പറഞ്ഞ എക്സാമ്പിളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇവിടെ കഴിഞ്ഞതിൽ എക്സുകൾ ഈക്വൽ ആയിരുന്നില്ല, വൈകളും ഈക്വൽ ആയിരുന്നില്ല. പക്ഷേ ഒരു ഇക്വേഷനിലുള്ള എക്സ് ടേമിനെ നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നേരെ അടുത്ത ഇക്വേഷനിലുള്ള എക്സ് ടേംസ് കിട്ടി. എന്നാൽ ഇവിടെ ഈ 5xനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2x കിട്ടില്ല. 2xനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5x കിട്ടില്ല. നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അതല്ലാതെ ഹോൾ നമ്പർ കൊണ്ട്, കൗണ്ടിങ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. അങ്ങനെ വരുന്ന കേസസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്ലൈ ആയിട്ട് വരുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടെത്തുക. അതിനാണ് നമ്മൾ LCM എന്ന് പറയുന്നത്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. 5 കൊണ്ടും 2 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്മോളസ്റ്റ് നമ്പറിനെ കണ്ടെത്തുക. 5 കൊണ്ടും 2 കൊണ്ടും പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതിനാണ് നമ്മൾ LCM എന്ന് പറയുന്നത്. അപ്പോൾ 2ൻ്റെയും 5ൻ്റെയും LCM ഏതാണെന്ന് ചോദിച്ചാൽ 10 ആണ്. 10നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 2 കിട്ടും. 10നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, അപ്പോൾ 5 കിട്ടും. അപ്പോൾ ഇത് രണ്ടും 10 ആക്കി മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്, x ഈക്വൽ ആക്കാൻ. അതുപോലെ y ഈക്വൽ ആക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 2ൻ്റെയും 3ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പോൾ 2നെ 6 ആക്കി മാറ്റുക, 3നെയും 6 ആക്കി മാറ്റുക. അപ്പോൾ y ടേംസ് ഈക്വലായി മാറും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണ്? y ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. വേണമെങ്കിൽ x ഈക്വൽ ആക്കാം, നോ പ്രോബ്ലം. അപ്പോൾ y ഈക്വൽ ആക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1നെ, ഇതിനെ ഞാൻ y ആണ് ഈക്വൽ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ 6 ആക്കി മാറ്റാൻ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇക്വേഷൻ 1ന് എന്ത് ചെയ്യുന്നു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 5 15. സോ 15x, 3 × 2 6, 6y = 3 × 20,
ദാറ്റ്സ് ഈക്വൽ ടു 60. അതൊരു പുതിയ ഇക്വേഷനാണ്. സോ നമ്പർ 3. ഇനി ഇതിനെ 6 ആക്കണമെങ്കിൽ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഉടനീളം 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × 2 4, അപ്പോൾ 4x. 2 × 3y, ദാറ്റ് ഈസ് 6y ഈസ് ഈക്വൽ ടു 2 × 19, ദാറ്റ് ഈസ് 38. പുതിയ ഇക്വേഷനാണ്, അതുകൊണ്ട് ഇക്വേഷൻ 4. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ y ഈക്വലായി. ഞാൻ y ഈക്വൽ ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. y ഈക്വലായി. ഇനി എന്ത് ചെയ്യുക? ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനോ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷനോ ഏതെങ്കിലും ഒന്ന് മൈനസ് ചെയ്യുക, നമ്മളെ സൗകര്യമാണ്. അപ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വലത് 60 ആയതുകൊണ്ട് ഈ 60യിൽ നിന്ന് 38 മൈനസ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇക്വേഷൻ 3യിൽ നിന്ന് ഇക്വേഷൻ 4 മൈനസ് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതുക? ഇക്വേഷൻ 3 മൈനസ് ഇക്വേഷൻ 4. അങ്ങനെ ചെയ്യുമ്പോൾ 15xൽ നിന്ന് 4x മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 11x. 6y minus 6y 0 ആയി. So that's equal to 60 minus 38, that is equal to 22 എന്ന് കിട്ടും. 22. So 11x is equal to 22. അങ്ങനെയാണെങ്കിൽ x is equal to 22 by this 11. 22 by 11 is equal to 2. അപ്പോൾ നമുക്ക് xൻ്റെ വാല്യൂ കിട്ടി. x is equal to 2. ഇനി y കിട്ടണം. അപ്പോൾ വൈയും എക്സുമുള്ള 4 ഇക്വേഷൻസ് ഇപ്പം ഇവിടെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ തന്നെ എടുക്കുന്നു. 5x + 2y is equal to 20. ഓക്കെ, സോ 5x + 2y is equal to 20. നമുക്ക് കിട്ടിയ വാല്യൂ x is equal to 2. അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ 5 × 2 + 2y is equal to 20. 5 × 2 10 ആണ്. സോ 10 + 2y is equal to 20. ഇനി y കണ്ടുപിടിക്കാൻ അപ്പോൾ റൈറ്റ് സൈഡിൽ ആദ്യം ഉള്ളത് 20 ആണ്, അത് എഴുതി വെക്കുക. +10 അങ്ങോട്ട് കൊണ്ടുപോയാൽ -10. ഓക്കെ, പിന്നെ 2yയിൽ 2 വന്നതുകൊണ്ട് 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ 2y 2 × y, സോ ഡിവൈഡഡ് ബൈ 2. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. അപ്പോൾ 20 - 10 10. 10 by 2 is equal to 5. അപ്പോൾ y is equal to 5 എന്ന് കിട്ടി. എന്താണ് x, എന്താണ് y നോക്കുക. x is the volume of a small bucket and y is the volume of a large bucket. So volume of water is expressed in liters. Okay, അപ്പോൾ നമുക്ക് 5 liters ആണെന്നും 2 liters ആണെന്നും കിട്ടി. Okay, so the small bucket can hold 2 liters of water and large bucket can hold 5 liters of water. So small bucket can hold 2 liters of water and large bucket can hold 5 liters of വാട്ടർ. അപ്പോൾ ഈ പാഠത്തിൽ വരുന്ന പെയർ ഓഫ് ഇക്വേഷൻസിൽ വളരെ പ്രധാനപ്പെട്ട 3 ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടെത്തുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രാജു bought 7 200-page notebooks and 5 100-page notebooks for 107 rupees. Joseph bought 5 200-page notebooks and 7 100-page notebooks for 97 rupees. Then what is the price of each type of each kind of notebook? രാജു 200 പേജ് നോട്ട്ബുക്കുകൾ 7 എണ്ണവും 100 പേജ് നോട്ട്ബുക്കുകൾ 5 എണ്ണവും 107 രൂപയ്ക്ക് വാങ്ങിച്ചു. ജോസഫ് 200 പേജ് നോട്ട്ബുക്കുകൾ 5 എണ്ണവും 100 പേജ് നോട്ട്ബുക്കുകൾ 7 എണ്ണവും 97 രൂപയ്ക്ക് വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ 200 പേജ് നോട്ട്ബുക്കിൻ്റെ വില എത്ര, 100 പേജ് നോട്ട്ബുക്കിൻ്റെ വില എത്ര? അതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വില നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു, മറ്റേത് വൈ എന്ന് എടുക്കുന്നു. അപ്പോൾ പ്രൈസ് ഓഫ് 200 പേജ് നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു എക്സ് എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് 100 പേജ് നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു വൈ ആണ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞ അനുസരിച്ച് നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. അതായത് 200 പേജ് നോട്ട്ബുക്ക് 7 എണ്ണം വാങ്ങി. അപ്പോൾ 7 എണ്ണത്തിൻ്റെ വില അറിയാൻ 7 × x. ഓക്കെ, 100 പേജ് നോട്ട്ബുക്ക് 5 എണ്ണം വാങ്ങി. അപ്പോൾ 5 × y.
അതാണെന്ത് 5 എണ്ണത്തിൻ്റെയും ടോട്ടൽ പ്രൈസ്. അത് രണ്ടും കൂടെ ചേർന്നാൽ എത്ര 107 ആവും. സോ ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് 7x plus 5y is equal to 107. രണ്ടാമത്തത് 5x plus 7y is equal to 97. This is equation number 1 and this is equation number 2. അപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സുകൾ ഈക്വൽ അല്ല, വൈകളും ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഈക്വൽ ആക്കുക. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ഞാൻ y ആയിരുന്നു ഈക്വൽ ആക്കിയത്, അതുകൊണ്ട് ഇവിടെ ഞാൻ എക്സ് ഈക്വൽ ആക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ 7നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടില്ല. നേരെ തിരിച്ച് 5നെ ഗുണിച്ചാൽ 7ഉം കിട്ടില്ല. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുകയാണ് ചെയ്യുക. 7നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് പോരാ, ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഉടനീളം ഗുണിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 5 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ ഈ 7 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഇതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇതുകൊണ്ടാണ്. അപ്പോൾ ഇൻറ്റു 5 അങ്ങനെ ചെയ്താൽ 5 × 7 35. സോ 35x. ദെൻ 5 × 5 25. സോ 25y is equal to 5 × 107. 5 × 100 500. 5 × 7 35. So 535 എന്നുണ്ട്. 535. This is equation number 3. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 7 × 5 35. ഓക്കെ, സോ സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 7 gives what? 7 × 5 35. So 35x plus 7 × 7 49. 49y is equal to then 7 × 97. Okay, 97 × 7. 7 × 7 49. Then 4. 7 × 9 63 plus 4 67 എന്നുണ്ട്. Okay, 679. So this is 679. This is a new equation, equation number 4. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. ഈ രണ്ട് ഇക്വേഷൻസിലും എന്താണ് എക്സ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ആർ ഈക്വൽ. എക്സിൻ്റെ ഗുണോത്തരങ്ങൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ നമുക്ക് ഈ തേർഡ് ഇക്വേഷൻ നിന്ന് ഫോർത്ത് വണ്ണോ അല്ലെങ്കിൽ ഫോർത്ത് ഇക്വേഷൻ തേർഡ് വണ്ണോ മൈനസ് ചെയ്യാം, കുറയ്ക്കാം. അങ്ങനെ കുറയ്ക്കുമ്പോൾ എന്തില്ലാതാവും? ഈ ടേം എക്സ് ഇല്ലാതാവും, വൈ മാത്രമായി മാറും. വൈൻ്റെ വാല്യൂ നമുക്ക് ആദ്യം കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 679 535 അതിൽ വലുത് ഇതാണ്, ഇതാണ് വലുത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അത് ഇക്വേഷൻ 4ൽ നിന്ന് ഇക്വേഷൻ 3 കുറയ്ക്കാം. അപ്പോൾ ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3. അപ്പോൾ 35x മൈനസ് 35x അത് 0 ആയി. 49 മൈനസ് 25 ഈസ് ഈക്വൽ ടു 24 ആണ്. അപ്പോൾ നമുക്ക് 24y എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 679 നിന്നും 535 കുറയ്ക്കുക. അപ്പോൾ 679 മൈനസ് 535. അപ്പോൾ ഇവിടെ 4 കിട്ടി, ഇവിടെ 4 കിട്ടി, ഇവിടെ 1 കിട്ടി, 144 എന്ന് കിട്ടി. സോ ദാറ്റ്സ് ഈക്വൽ ടു 144. അപ്പോൾ y ഈസ് ഈക്വൽ ടു 144/24 എന്ന് വരും. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു 144/24. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 6 ആണ്. 144നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അതങ്ങനെ നേരിട്ട് അറിയാത്തവർ ചെയ്യേണ്ടത് എന്താണ്? സിംപ്ലിഫൈ ചെയ്യുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ലഘൂകരിച്ചിട്ട് ആൻസറിലേക്ക് വരാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടെ 124 എന്ന് പറയുന്നത് ഇവൻ നമ്പറാണ്, 24ഉം ഇവൻ നമ്പറാണ്. രണ്ടും ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് രണ്ടിനെയും ഹരിക്കാം. ഇതിനെ 2 കൊണ്ട് ഹരിച്ചാൽ 14/2 ഈസ് ഈക്വൽ ടു 7. 4/2 ഈസ് ഈക്വൽ ടു 2. ഇവിടെ 24, അപ്പോൾ 1 2 12 എന്ന് കിട്ടും. വീണ്ടും 72ഉം 12ഉം രണ്ടും ഇവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളായതുകൊണ്ട് 2 കൊണ്ട് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 7ൽ 3 ടൈംസ്, അപ്പോൾ 6 ആയി, പിന്നെ 1 ബാക്കിയുണ്ടാവും.
ആ രണ്ടിൻ്റെ ഇപ്പുറത്തിട്ട് 12 ആയി. ആ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 6. ഇവിടെ അതുപോലെ 12 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 36/6 എന്നായി. 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ദാറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 6. 36 ഡിവൈഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 6. ആ 6 ആണിത്. അപ്പോൾ നേരിട്ട് ഹരിക്കാൻ അറിയാത്തവർക്ക്, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പറ്റുന്ന ഏതെങ്കിലും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് അവസാന ആൻസറിലേക്ക് വരാം. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കാണണം. എക്സിൻ്റെ വാല്യൂ കാണാൻ ഇവിടെ 4 സമവാക്യങ്ങളുണ്ട്, ഇക്വേഷൻസ്. ആ 4 എണ്ണത്തിൽ എവിടെയെങ്കിലും വൈൻ്റെ സ്ഥാനത്ത് 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടും. ഞാൻ ആദ്യത്തെ ഇക്വേഷനാണ് എഴുതുന്നത്. സോ 7x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 107. ഇവിടെ y ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ 6 കൊടുക്കുക. അപ്പോൾ 7x പ്ലസ് 5 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 107. ദിസ് ഈസ് 7x പ്ലസ് 5 ഇൻറ്റു 6 ഈസ് 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 107 എന്ന് വരും. പിന്നെ എക്സ് കാണാൻ നമ്മൾ 107 എഴുതുന്നു. പ്ലസ് 30 അങ്ങോട്ട് പോയാൽ മൈനസ് 30. ഓക്കെ, 7x ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 7. സോ ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? എക്സ്. 107 30 പോയി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 77. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 77/7. 77നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 11. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? 11 ആണ്. വൈൻ്റെ വാല്യൂ നേരത്തെ കിട്ടി എത്ര? 6. ആൻഡ് വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് the price of 200-page notebook. So price of 200-page notebook is 11 rupees. Then the price of 100-page notebook is y. Y means 6 rupees. Okay, അത് നിങ്ങൾ ലാസ്റ്റ് എഴുതി വെക്കുക. 200 പേജ് നോട്ട്ബുക്കിൻ്റെ വില 11 രൂപ. 100 പേജ് നോട്ട്ബുക്കിൻ്റെ വില 6 രൂപ. ഈ രണ്ട് കാര്യങ്ങൾ ലാസ്റ്റ് എഴുതി വെക്കുക. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾസും എക്സസൈസിലെ ക്വസ്റ്റ്യൻസും ഉപയോഗിച്ചുകൊണ്ട് 2 ഇക്വേഷൻസ് അല്ലെങ്കിൽ 2 സമവാക്യങ്ങൾ എന്ന ഭാഗത്തെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. See you next day.